ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ആംബിയറിൻ്റെ ഷോറൂമിലാണ്, ഹരിപ്പാടുള്ള ആംബിയറിൻ്റെ ഷോറൂമിലാണ്. നമ്മളിപ്പോൾ ഈ സ്കൂട്ടറിൻ്റെ പുസ്തകം എന്ന് വെച്ചാൽ ബഡ്ജറ്റിലേക്ക് ഞാൻ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന സ്കൂട്ടേഴ്സ് ആദ്യമൊക്കെ കണ്ടപ്പോൾ ജൂപ്പിറ്ററാണെന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ആംബിയറിന് വേറെ കമ്പനിയാണ്, മാഗ്നസ് എന്ന് പറയുന്ന മോഡലാണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതുവഴി ജോലി സംബന്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് യാദൃശ്യമായിട്ട് ഈ ഷോറൂം കാണുകയും ഇവിടെയൊക്കെ സമയത്ത് കുടിക്കാതെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല, തെറ്റിദ്ധരിക്കേണ്ട. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ തോന്നി, അങ്ങനെ വന്നതാണ്. നമുക്ക് ഈ സ്കൂട്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. നമ്മുടെ ഇവിടെ സ്റ്റോർ മാനേജറുണ്ട്, നമ്മുടെ എംപ്ലോയി ഉണ്ട്. പക്ഷേ അവരോടൊന്നും ചോദിക്കാം ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നൊരു ചോദിച്ചു നോക്കാം. ഇതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മറ്റുള്ളവരോട്ട് എത്തണമെന്നുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. പൈസ അറിഞ്ഞാലുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. വെച്ചാൽ നമുക്ക് 1 കിലോമീറ്ററിനകത്ത് നമുക്ക് 80 കിലോമീറ്റർ ഹൈ സ്പീഡ്, നമുക്ക് 60 കിലോമീറ്റർ സ്പീഡ്. ലോറിൽ നമുക്ക് 120 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വണ്ടി 40-45 കിലോമീറ്റർ സ്പീഡ്. നമുക്ക് എത്ര കിലോമീറ്റർ ഇതിൽ വന്ന് നമുക്ക് ഒറ്റ ചാർജിനകത്ത് 80 കിലോമീറ്റർ ഹൈയിലാണ്. ലോയിലാവുമ്പോൾ നമുക്ക് 110-120. ബാറ്ററി ലിഥിയം പോളിമർ അങ്ങനെ ബാറ്ററി ലിഥിയം ബാറ്ററിയാണ്. 60 വോൾട്ട് 38 H ബാറ്ററിയാണ്. 60 തൊട്ട് 38 H റിപ്പയറബിൾ ബാറ്ററിയാണ്. റിപ്പയറബിളാണ്. ഇല്ല, അപ്പോൾ നമുക്കിപ്പോൾ റോഡ് എക്സ്റ്റൻസ് ഇപ്പോൾ വഴി വെച്ച് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി അങ്ങനെ വരുമ്പോഴത്തേക്ക് റോഡ് എക്സ്റ്റൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ല, നമ്മൾ അതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ വണ്ടി അറ്റൻഡ് ചെയ്യും. വണ്ടി അവിടെ കിടക്കുന്ന വണ്ടി കൊണ്ടുവരും. എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഫ്രീ ആണ്. ഫ്രീയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ വേറെ ഒരു അഡീഷണൽ അനുസരിച്ച് ഇപ്പോൾ ഇത് നമുക്ക് 1.5 യൂണിറ്റ് കാര്യമില്ല, 18 രൂപ ആവുന്നത്. അപ്പം നമുക്ക് 100 പിന്നെ 125 രൂപ. ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ 120 457 അതിനകത്ത് നമുക്ക് കിട്ടുന്നത് വെച്ചാൽ 20 വർഷം വാറണ്ടി അത് നമുക്ക് ഇതിനകത്ത് ബാറ്ററി മോട്ടർ കൺട്രോൾ നമുക്ക് താഴെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ സെൻസർ അത് വരെ വാങ്ങി. ഈ വണ്ടിക്കാണെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റും വാങ്ങി. ഫുള്ള് ഡിജിറ്റലാണല്ലേ? അത് ഡിജിറ്റൽ ആയതുകൊണ്ട് ഹെഡ്ലൈറ്റ് വർക്കില്ല. ഓ, അങ്ങനെ. എൻ്റെ അത് മൊത്തം അസംബ്ലിയായിട്ട് മാറും. അത് വാങ്ങിയിട്ടുള്ളതാണ്. സാർ, നമുക്ക് പിന്നെ ഇതിൻ്റെ സർവീസ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് ഇതിന് നമുക്ക് വരുന്ന 3 സർവീസാണ്. 3 സർവീസിന് ഒരു സർവീസ് 150 രൂപയാണ്. 1000 കിലോമീറ്റർ ഫസ്റ്റ്, സെക്കൻഡ് 3000, 6000. അങ്ങനെ ഇത് നമുക്ക് 150 രൂപ എടുക്കുന്നുണ്ട്. ഒരു 150 രൂപ. പിന്നെ നമുക്ക് സർവീസിന് നമ്മൾ വണ്ടി മൊത്തം ചെക്ക് ചെയ്യും. വാറ്റിൻ്റെ പവറും കാര്യങ്ങളെല്ലാം ചെയ്യും. വണ്ടി തുറക്കും, പോളിഷ് ചെയ്യും, എല്ലാം ചെയ്യും. 2 പേർക്ക് ഇരുന്നാലും സുഖമായിട്ട് 2 പേർക്ക് ഇതിനകത്ത് സുഖമായിട്ട് 150 കിലോ കപ്പാസിറ്റി ആണ്. 150 ഫുൾ ഫൈബറാണ്. ഫുൾ ഫൈബർ വണ്ടിയാണ്. ഡിസ്ക് ബ്രേക്കാണ് അല്ലേ? അല്ല, ബ്രേക്കാണ്. ഡ്യുവൽ ബ്രേക്കാണ്. പിന്നെ ഇതിന് അബ്മോട്ടറാണ്. അതിൻ്റെ പ്രത്യേകത അബ്മോട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ വേറെ വണ്ടി റിവോൾട്ട് നല്ല മോട്ടറാണ്, തെറ്റില്ല. തെറ്റി പൊട്ടാനുള്ള ചാൻസ് ഇതിന് ആ ഒരു ഇഷ്യൂ വരുന്നു. അത് വേറെ ഡ്രൈവർ. അങ്ങനെ ഒരു അപ്പോൾ 1.25 രൂപയ്ക്ക് അടുത്ത് വരുന്ന 1.25 ആകുമ്പോൾ നമുക്ക് 1.24, 1.20, 454 വണ്ടി വരാം. അപ്പോൾ നമുക്ക് 3 വർഷം വാറണ്ടി. 3 വർഷം അതിനകത്ത് നമ്മൾ 5490 രൂപ എക്സ്ട്രാ അടച്ചു കഴിയുമ്പോൾ നമുക്ക് 5 വർഷം വാറണ്ടി. 50,000 കിലോമീറ്റർ ഏത് ഫസ്റ്റ് വരുന്ന അത്രയും വാറണ്ടി നമുക്ക് ഈ സാധനങ്ങൾക്കെല്ലാം കിട്ടും. മോട്ടറും കാർഡിനും കൺട്രോളും എല്ലാത്തിനും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നോക്കുമ്പോൾ ഞാനിത് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ പറയുന്നത് ഞാനൊരു ആവശ്യപ്രകാരം ഇതിനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോറൂമിനടുത്ത് ഡയറക്റ്റ് കയറണം എന്നുള്ള മൈൻഡ് വന്ന് കാണും. അതിന് എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചാൾ മുമ്പ് വരെ ജൂപ്പിറ്ററാണെന്ന് തിരിച്ചിരുന്നതാണ്. പിന്നെ ജൂപ്പിറ്ററിൻ്റെ വണ്ടിയുടെ സെയിം ഡിസൈനാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കും അത് തന്നെയാണെന്ന് നോക്കും. പക്ഷെ പിന്നെയാണ് മനസ്സിലായി ഇത് കുറച്ചുകൂടെ ചെറിയൊരു ഒതുങ്ങിയ വണ്ടിയാണ്. അപ്പോൾ കുറച്ചുകൂടെ പിന്നെ വരുന്ന ആംബിയറാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഇവരുടെയാണ്, പിന്നെ DVCൻ്റെ വണ്ടിയാണ്. ഡീസൽ അവരുടെ ആണ്. ജനറേറ്ററുകളും എല്ലാം ബാംഗ്ലൂരാണ്. ഇന്ത്യൻ മെയ്ഡ് വണ്ടിയാണ്.
ഇത് സബ്സിഡി ഉണ്ട്, സബ്സിഡി കഴിഞ്ഞുള്ള എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓക്കെ. ഇന്ത്യൻ വീട് വണ്ടിയാണ്, ബാംഗ്ലൂർ ആണ്, ലീസിൻ്റെ വണ്ടിയാണ്. 3 വർഷത്തെ നമുക്ക് CC ആകുമ്പോൾ 3 വർഷം CC ആകുമ്പോൾ 3 വർഷം കിട്ടും. അപ്പോൾ നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് 20-22 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 4,000, 4,700, 4,200 രൂപ അടക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 22 രൂപ ഉണ്ടെങ്കിൽ സാധനം സുഖമായിട്ട് വരും. അപ്പോൾ നമുക്കൊരു 24 രൂപ ഉണ്ട്, മാസം 4,000 രൂപ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആംബിയറിൻ്റെ ചെയ്തെടുക്കാം. ഇത് ബഡ്ജറ്റ് ഫ്രീയാണ്. ഇത് ഏകദേശം 110 കിലോമീറ്റർ കൂട്ടും. അത് അത്യാവശ്യം 110-120 കിലോ വെയിറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനൊരു 15 കിലോമീറ്ററോ അല്ലെങ്കിൽ 10 കിലോമീറ്ററോ കുറയാൻ ചാൻസ് ഉണ്ട്. ഒരാൾ പോയി കഴിഞ്ഞാൽ കുറയുന്നില്ല. ഡബിൾ പോകുമ്പോൾ നമുക്കൊരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ സിംഗിൾ കുറയും. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളവർക്കും ഇതിൽ പോവാം. എനിക്ക് ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു ഇത്രയും വെയിറ്റുള്ള ഞാനൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആംബിയർ എന്ന് പറഞ്ഞ ഈ മോഡലോടെ പരിഗണിക്കാവുന്നതാണ്. ഞാനിത് അധികം ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും അധികം കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒല ഏതെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ആംബിയർ പോലുള്ള കമ്പനീസും ഉണ്ട്, ഇന്ത്യയുടെ കമ്പനീസും ഉണ്ട്. ഏറ്റവും വലിയ കമ്പനി. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ആലപ്പുഴത്തിൽ തന്നെ 3 ഷോറൂം ഉണ്ട്. ആലപ്പുഴയിൽ തന്നെ ഇവിടെ 4 ഷോറൂം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂട്ടറുകൾ ആലപ്പുഴയുണ്ട്, കായംകുളമുണ്ട്, ചേർത്തലയുണ്ട്, ഹരിപ്പാടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂട്ടറുകളും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഒലയുടെ ഏതറിൻ്റെ ഒക്കെ കുറേ പോകുന്ന കൂട്ടത്തിൽ ഇതുകൂടെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ വെള്ള ഇന്ധനമായിട്ടൊക്കെ വരുന്ന വണ്ടിയൊക്കെ വന്ന് തുടങ്ങുന്നത്, വെള്ള ഇന്ധനമായിട്ട് വരുന്നത് വന്ന് തുടങ്ങി ഇലക്ട്രിക്ക് ഇനി ഇലക്ട്രിക്കിൻ്റെ അപ്ഡേഷൻ ഇലക്ട്രിക് ആയിരിക്കുക. അപ്പോൾ ഇനി അതിനൊരു അപ്ഡേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഉള്ള ഇലക്ട്രിക് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ബ്രാൻഡാണ് ആംബിയർ മാഗ്നസ് എന്ന് പറഞ്ഞ എസ് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഫുള്ളി റീറ്റിലാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓർച്ച് നോക്കിയിട്ട് ഞാൻ ഓർച്ച് നോക്കി ഏതായാലും ഇത് കാണിക്കുന്നില്ല. അത്യാവശ്യം സ്കൂട്ടുണ്ട്, നല്ല ഫിറ്റിംഗ് ആണ്. നല്ല പക്ക റൗണ്ടായിട്ടുള്ള ഒരു ഇതല്ല. നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളൊരു ടൈപ്പ് ടയറാണ്. TVS-ന്റെ ടയറാണ്. TVS-ന്റെ ടയറാണ്. കമ്പനി ടയറാണ്. TVS-ന്റെ ടയറാണ്. അതെ. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആംബിയർ